ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സർവൈവൽ ഒരു ഗെയിമാണ്. റോബ്ലോക്സിൽ നമ്മൾ റെസ്ക്യൂ റാഫ്റ്റാണ് കളിക്കാൻ പോകുന്നത്. നമ്മുടെ കൂടെ എൻസോ മച്ചാനുണ്ട്. ഹലോ എൻസോ മച്ച. ഹലോ ഗായ്സ്, ഈ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നമുക്കിന്ന് നേരെ ചെന്ന് റൂം ക്രിയേറ്റ് ചെയ്ത് റെസ്ക്യൂ റാഫ്റ്റിലോട്ട് കയറാം. വാടാ എൻസോ ബ്രോ, വാടാ. ഞാൻ വരണം, നീ വേഗം ചെന്ന് റൂം ക്രിയേറ്റ് ചെയ്ത് കയറി. ഞാൻ വരണം, എന്നെ വിളിച്ചോണ്ട് നീ റൂം ക്രിയേറ്റ് ചെയ്യണില്ല, അവൻ ഇവിടുന്ന് ചാടണം. റൂം ക്രിയേറ്റ് ചെയ്ത് കയറി. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഇന്നത്തെ ഈ സർവൈവൽ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പിടിക്കുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗായ്സ്, നമുക്ക് നേരെ ഗെയിമിലോട്ട് കയറിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഗെയിമിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിനി ഇതിൽ ബോട്ടൊക്കെ ഉണ്ടാക്കണം. ബോട്ടൊക്കെ ഉണ്ടാക്കി വലിയ ബോട്ടുണ്ടാകണം. നമ്മൾ 101 ദിവസമൊക്കെ സർവൈവ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ വലിയ ബോട്ടൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ ഇതിൽ കുറച്ച് ഭാഗം മാത്രമാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ തീരെ വലുതായി പോകും വീഡിയോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം മാത്രമാണ് കാണിക്കുന്നത്. അത് നമ്മുടെ അവിടെ ഇൻസമച്ചൻ്റെ റൂം ഉണ്ടാകും, ഞാൻ ഇവിടെ എൻ്റെ റൂം ഉണ്ടാക്കണം. അപ്പോൾ ഗായ്സ്, നമുക്ക് ബോട്ടൊക്കെ മൊത്തമായിട്ട് അങ്ങ് ഉണ്ടാക്കി തീർന്നിട്ട് വരാം. A few moments later. അപ്പോൾ ഗായ്സ്, നമ്മൾ ബോട്ടൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഈ ബോട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നമുക്ക് മഴയൊക്കെ തന്നെ ബോട്ടിലോട്ട് കയറിയിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വെള്ളപ്പൊക്കത്തിൽ മരിച്ചു. ടെൻഷൻ വെച്ചാൽ അടി ഞാൻ വരണം, നീ ഞാൻ കയറിയിരിക്കും. അങ്ങനെ ഞാൻ കയറിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നീ റൂമിലേക്ക് കയറി. ഗായ്സ്, ഇതാണ് നമ്മുടെ റൂം. അവിടെ ഇരിക്കുന്നതാണ് നമ്മുടെ ഇൻസമച്ചൻ്റെ റൂം. മഴയൊക്കെ പെയ്തു തുടങ്ങി, ഇപ്പം വെള്ളം പൊക്കുന്നു. ഗായ്സ്, വെള്ളമൊക്കെ പൊങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇൻസമച്ചൻ്റെ റൂം ഇപ്പം കാണിച്ചു തരാം. അതാണ് ഇൻസമച്ചൻ്റെ റൂം. ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ റൂം ഇഷ്ടമാണ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ സീതാമച്ചൻ്റെ റൂം കൊള്ളൂല്ലേ, കേൾക്കണ്ട. എൻ്റെ റൂം കൊള്ളൂല, എൻ്റെ റൂം തന്നെ ഉള്ള കൊള്ളാമോ? ഗായ്സ്, നമ്മുടെ റൂമിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് സീത. അപ്പോൾ ഗായ്സ്, നമുക്ക് സീതോൻ്റെ അടുത്ത് പറയാതെ നമുക്ക് ഇതൊക്കെ പറഞ്ഞു, നിങ്ങൾ അവൻ്റെ അടുത്ത് ഒന്നും പറയല്ലേ. അപ്പോൾ ഗായ്സ്, നമുക്ക് നേരെ യാത്ര തുടരാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ സീത മച്ചാണ് ഈ വെള്ളത്തിൽ വീണിട്ടുണ്ട്. ഈ ആളുകൾ വെള്ളത്തിൽ വീണാൽ ബോട്ട് നിർത്താൻ എന്ന് തോന്നുന്നു. ഇന്നെ രക്ഷിക്കണം. അവന് ബോട്ട് നിർത്താനുമായി അവൻ ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കണം ആളുകളെ കൊല്ലാൻ വേണ്ടി. ഈ ഒരു അട്ടറിയെ നിന്നെ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ എൻസോച്ച് നമ്മളെ ബോട്ട് നിർത്താതൊക്കെ ഓട്ടിച്ചുകൊണ്ട് പോയി നമ്മൾ വെള്ളത്തിൽ വീണ അവൻ കണ്ടില്ലെന്നാണ്. ചെറുതായിട്ടൊക്കെ ഒന്ന് വഴക്കെടുത്ത് പേടിപ്പിച്ച് വിട്ടുപോയനെ. അതായത് നമ്മുടെ അയ്യോ ഗായ്സ്, നമ്മൾ ഇനി ഒന്നുകൂടെ വെള്ളത്തിൽ വീണ്. നമ്മുടെ എൻസോച്ചനെ അടിക്കാൻ വേണ്ടി നിറയെ പേര് പോണ്. എൻസോച്ച വണ്ടി നിർത്തടാ, എന്നെ അടിക്കുന്നതാടി, വണ്ടി നിർത്ത്. നമുക്ക് വേഗം ചെന്ന് ബോട്ടിലോട്ട് കയറാം. ഷാർക്കൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഇൻസോച്ച നമ്മുടെ രക്ഷിക്കാനൊക്കെ വന്ന് നമ്മുടെ ഇൻസോച്ച പൊളിയല്ലേ. അതായത് നമ്മുടെ ഇൻസോച്ചനൊക്കെ വന്ന് നമ്മുടെ ഹെൽത്ത് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഇൻസോച്ചൻ്റെ വീട്ടിൽ കയറിയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ മേലിൽ പോകുമ്പോൾ വന്ന് വീഴും. ഇൻസോച്ചൻ്റെ വീട്ടിൽ കയറിയിരിക്കാം. ഇൻസോച്ച അവിടെ നിന്ന് ചാടണൊക്കെ ഉണ്ട്, എന്താണെന്ന് അറിഞ്ഞൂടാ. രാത്രിയാവാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ ചെന്ന് നമ്മുടെ സീത വെച്ചാൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അവന് ഹെൽത്തോടെയാണ് നമ്മുടെ വീട്ടിൽ വന്നിരിക്കണേ. മേളിൽ പോയാൽ മിക്കാലും വന്ന് വീഴാൻ അങ്ങനെ ചാറും. അവിടെ നമ്മുടെ കൂടെ വന്നിരിക്കണേ. നമ്മുടെ എൻസ വെച്ചാൽ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ സീത വെച്ചാൽ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ എന്താണ് ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മുടെ സീത വെച്ചാൽ അവിടെ ഇരിക്കുന്നുണ്ട്. കുറേ എനിമീസ് നമ്മുടെ ബോട്ടിലേക്ക് അടിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ അങ്ങനെ വിട്ടടിക്കില്ല, നമ്മളെ പിടിച്ചേക്കും. 101 ദിവസം വരെ സർവൈവ് ചെയ്യും. A few moments later. നമ്മുടെ ബോട്ടിലേക്ക് അടിക്കാൻ വേണ്ടി നമ്മുടെ എനിമീസ് വന്നിട്ടുണ്ട്. നമ്മുടെ സീത വെച്ച് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളവിടെ കണ്ടോണ്ടിരിക്കാൻ സീത വെച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കവിടെ സിനിമ ഉണ്ടോന്ന് കാണാം. സീത വെച്ച് ചുമ്മായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. എനിമീസാണ് ചാടി വരുന്നത്. ബോട്ടിൽ കയറാൻ അവന്മാർക്ക് പറ്റുന്നില്ല. അവരുടെ ഹെൽത്ത് നിറയെ കുറയുന്നുണ്ട്. നമുക്കും ചെന്ന് സഹായിച്ചു കൊടുക്കാം. നമ്മുടെ കമ്പൊന്നുമില്ല അടിക്കാൻ. അവൻ്റെ വലിയ കമ്പുണ്ട്. എൻ്റെ ചെറിയ കമ്പായാണ് നമ്മൾ അടിക്കാൻ പോകാത്തത്. അവൾ ഗായ്സ്, നമുക്കിവിടെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കാം, സൂര്യനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. നമ്മുടെ സീത വെച്ച് അവിടെ അടിച്ചുകൊണ്ടിരിക്കും. നമുക്കിവിടെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കാം.
രാവിലെ ആവും കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ. ഡേ 2 ആണ്. ഒന്ന് സർവൈവ് ചെയ്യാൻ 101 ദിവസം വരെ. എനിമീസിന് ഭയങ്കര ഹെൽത്ത് കുറവാണ്. അവന്മാരെ അടിക്കാൻ വേണ്ടിയാണ്, പക്ഷെ പറ്റുന്നില്ല. അവിടെ ഷീറ്റൊക്കെ വെച്ചിരിക്കണോണ്ടേ. ഇതെൻ്റെ വീടാണ്, എൻ്റെ വീട് കൊള്ളാലോ ഗൈസ്, കമൻറ്റ് ചെയ്യും ഗൈസ്. രാവിലെ ആവാൻ വേണ്ടി പോവുകയാണ്. സൂര്യനൊക്കെ ഉദിച്ചു വരുന്നുണ്ട്. രാവിലെ ആവാൻ വേണ്ടി പോകുന്നു. അപ്പോൾ കരയൊക്കെ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. കര ഇവിടെ വന്നോടെ നമുക്ക് ചെന്ന് ലൂട്ടൊക്കെ എടുത്ത് കയറ്റണം. അവിടെ ഒരു സാറ്റലൈറ്റ് എന്താന്നൊക്കെ കാണുന്നുണ്ട് ഗൈസ്. ഇവിടെ നോക്കിയ ബോംബടിയൊക്കെ വരുന്നുണ്ട്, പക്ഷെ നമ്മളങ്ങനെ വിട്ടുകൊടുക്കില്ല. നമ്മുടെ ബോട്ടിനെ അടിക്കാൻ വേണ്ടി കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ ഒരു റിപ്പയർ ഹാമറുകളുണ്ട്. നമ്മൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഭാഗവും. നമ്മൾ തീരെ ഹെൽത്തില്ല, അതാണ് ഒരു പ്രശ്നം. അതായത് നമ്മൾ കയറിച്ചെന്ന് അടിക്കായിരുന്നു. അവിടെ ഇൻസമേഷൻ അവിടെ കറങ്ങിയിരിക്കണം. അവൻ്റെ കയ്യിൽ റിപ്പയർ ഹാമർ ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ കറങ്ങിയിരിക്കണം. നമുക്ക് എന്തായാലും ചെന്ന് റിപ്പയർ അടിക്കാം. എവിടെ നിൽക്കുക വെടിയൊക്കെ വരണം. എവിടെ നിന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് റിപ്പയർ അടിക്കാം. നമുക്ക് നമ്മുടെ ഇൻസമച്ചാൻ്റെ വീട്ടിൽ ഉള്ള ഷീറ്റൊക്കെ പൊട്ടാറായി. ആ ഷീറ്റൊക്കെ എടുത്ത് റിപ്പയറൊക്കെ അടിച്ച് നമുക്ക് ഒന്ന് സെറ്റാക്കി എടുക്കണം. എല്ലാമൊക്കെ വേഗം റിപ്പയർ അടിക്കണം, അല്ലെങ്കിൽ ബോട്ട് മൊത്തത്തിൽ പൊട്ടും. നമുക്ക് റിപ്പയർ അടിച്ചിട്ട് കാണാം. A few moments later. അപ്പോൾ നമ്മൾ മൊത്തം റിപ്പയർ അടിച്ചിട്ടുണ്ട്. കരയൊക്കെ ആയിട്ടാണ് നമ്മൾ എനിമീസിൻ്റെ ബോട്ടിൽ കയറി ലൂട്ടൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. നമുക്ക് ബാൻഡേജ് ഒക്കെ അത്യാവശ്യമാണ്, ഹെൽത്ത് കൂട്ടാൻ വേണ്ടി. ഹീൽ ചെയ്തിട്ട് എൻ്റെ ഹെൽത്ത് കൂടാൻ വേണ്ടി വെച്ചാൽ അവിടെ ഒരു ബോട്ട് ഉണ്ടാകാനുള്ള ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കണം. നമുക്കിവിടെ ഇതൊക്കെ ചെയ്യാം. ലൂട്ടൊക്കെ എടുത്ത് വേഗം എടുത്ത് വയ്ക്കാം. 2 ബാൻഡേജ് എന്തോ കിട്ടി. ഒരു ബാൻഡേജ് വെച്ച് ഞാൻ ഹീൽ ചെയ്ത്, മറ്റൊരു ബാൻഡേജ് വച്ചിരിക്കുന്ന വല്ല ആവശ്യത്തിന് വേണ്ടി. നമുക്ക് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് പോകാം. നമുക്ക് പിസ്റ്റലൊക്കെ കിട്ടിയിട്ടുണ്ട് ഫൈറ്റ് ചെയ്യാൻ. മിസ് വെച്ചാൽ ഹെൽത്ത് കുറവാണ്. എന്തോ ബോക്സൊക്കെ എടുത്തിട്ട് നമുക്ക് വണ്ടിയിൽ എന്തായാലും എടുത്ത് കയറ്റാം. വേഗം തന്നെ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത് ആകുമ്പോഴാണെങ്കിൽ വെള്ളപ്പൊക്കം വന്ന് നമ്മൾ പോകും. എനിക്കിങ്ങനെയെങ്കിലും ഇതൊക്കെ ആക്കണം. കസേര കിട്ടിയ കാശ് നമ്മൾ കസേര കിട്ടിയാണ് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ട് വന്ന് നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടുവയ്ക്കാം, അവിടെ റൂമിൽ കൊണ്ടുവയ്ക്കാം. അത് എന്നാൽ നമുക്കവിടെ സേഫായിട്ടിരിക്കാൻ പറ്റും. വെൽഡ് ചെയ്തിട്ടുണ്ട് അവിടെ. എനിമീസിൻ്റെ ഇതൊക്കെ ഉണ്ടാകും, കൊടിയൊക്കെ. ഇപ്പോൾ ഭയങ്കര കൊടിയാണ്. അവന്മാരെയൊക്കെ കൊന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എടുത്ത് നേരെ വയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒരു വൃത്തിയില്ലാതെ പോകണവർ ശരിയല്ല ഗൈസ്. നല്ല വൃത്തിയോടെയാണ് നമ്മളെപ്പോഴും പോകണത്. അപ്പോൾ നമ്മൾ വൃത്തിയായിട്ടൊക്കെ വേണം വെൽഡ് ചെയ്തൊക്കെ വയ്ക്കാൻ. വെച്ച് അവിടെ നിന്ന് ലൂട്ടൊക്കെ എടുക്കുന്നത് ഞാൻ ഇവിടെ വെൽഡ് ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ മൊത്തമൊക്കെ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റാക്കി വൃത്തിയിൽ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെച്ചാലോടെ നമുക്ക് സഹായിക്കാൻ പോകാൻ. അവിടെ നിന്ന് അത് ലൂട്ടുണ്ട്. ആ ലൂട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങ് വരാം. അത് ചെറുതായിട്ടൊന്ന് മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. മഴ പെയ്യണോണ്ട് ഞങ്ങൾ തിരിച്ച് ബോട്ടിലോട് കയറാൻ പോകണം. വെള്ളം പൊങ്ങിയാൽ പിന്നെ ഞാൻ വെള്ളത്തിനടിയിലാവും, എനിക്ക് ഹെൽത്തും കുറയും. പക്ഷെ അതിന് പിന്നെ നമ്മൾ കയറിയിട്ടുണ്ട്. നമ്മളെ ഇൻഷുറൻസാണ് കയറിയിട്ടുണ്ട്. ഇൻഷുറൻസ് ഒരു ബാൻഡേജ് ബോക്സാണ് കൊണ്ടുവന്നത്. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ഒടുവിലെടുക്കാം. അത്യാവശ്യം വരുമ്പോൾ നമുക്ക് ഒടുവിലെടുക്കാം. ഇൻസോ വെച്ചാ നീ ഒരു ബാൻഡേജ് ഉണ്ട്, ഞാൻ ഒരു ബാൻഡേജ് എടുക്കാം. അങ്ങനെ എടുക്കാമോ? നീ ഒരു ബാൻഡേജ് ഉണ്ട്, ഞാൻ ഒരു ബാൻഡേജ് എടുക്കാം. ശരിയെന്നാ, ഞാൻ ഒരു ബാൻഡേജ് എടുത്ത് നീ ഒരു ബാൻഡേജും കൂടെ നമ്മുടെ ഇൻസോ വെച്ചാൽ ഇവിടെ നിൽക്കുന്നുണ്ട്. ആ ബാൻഡേജ് എടുത്തിട്ടുണ്ടായി. നമുക്കപ്പോൾ ആവശ്യമില്ല സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് കളയാം. അതെ പോയിക്കോളും തനിയെ. നമുക്കിനി നമ്മുടെ വീട്ടിൽ കയറിയിരിക്കാം. നമ്മുടെ ഇൻസോ വെച്ചാൽ ബോട്ട് സ്റ്റാർട്ടാക്കുന്നതാണോ പറഞ്ഞത്. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് കയറിയിരിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ചെറുതായിട്ടൊന്ന് പണി നാളെ നമ്മുടെ ബോട്ടിനേക്ക് അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി എനിമീസ് ഉണ്ടെന്ന് 4 സൈഡിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചൊക്കെ ഇരിക്കണം ഇവിടെ. അപ്പം നമ്മൾ വിട്ടുകൊടുക്കണില്ല. ഇവിടെ ഒരു പൊരിഞ്ഞ ഫൈറ്റാണ് നടക്കുന്നത്.
ഗായ്സ് ഒരു 1-2 മണിക്കൂറത്തെ ഫൈറ്റിന് ശേഷം നമ്മൾ കരയൊക്കെ എടുപ്പിച്ചിട്ടുണ്ട്. കരയായിട്ടുണ്ട്. നമ്മുടെ എൻസോ മച്ചാനൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. അവ എവിടെയോ പറന്നു പോയതാണ്. മറ്റേ ബോട്ടിൽ എന്തോ കയറിപ്പോയെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഗായ്സ് നമുക്ക് ഈ ബോട്ടൊക്കെ ഒന്നുകൂടെ പണി ചെയ്തെടുക്കണം. മറ്റന്മാരടിച്ചിന് മൊത്തം പൊട്ടിയിട്ടുണ്ട്. മറ്റന്മാരെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമുക്ക് ഈ ബോട്ടൊക്കെ ഒന്ന് പണിത് ചെയ്ത് എടുത്തിട്ട് വേഗം വരാം ഗായ്സ്. വേഗം വരാം, ഇപ്പോൾ വരാം. A few moments later. അപ്പോൾ ഗായ്സ് ഇത് നമ്മളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളമൊക്കെ പൊങ്ങി, മഴയൊക്കെ വീണ്. ഗായ്സ് നമുക്ക് ഇതിൻ്റെ ഇടയിലൂടെ ഊന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിലൊന്ന് ഇത് റീസൈക്കിൾ ചെയ്തെടുത്ത് നമ്മുടെ ബോട്ട്, നമ്മുടെ എൻസോ മച്ചാൻ എൻട്രൻസ് ഇപ്പോൾ ഇതാണ്. എൻസോ മച്ചാൻ അവിടെ ഇരിക്കുന്നുണ്ട് വീണ് പോകാതിരിക്കാൻ വേണ്ടി. നമ്മുടെ ഗായ്സ് എവിടെ നിന്നൊക്കെ അടി വരുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അടിക്കാൻ പോകുന്നില്ല. നമ്മുടെ കയ്യിൽ ബുള്ളറ്റും ആയുധമൊന്നുമില്ല. നമ്മുടെ ആയുധമൊക്കെ ചീത്തയായി പോയി. മറ്റേ നേരത്തെ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു, അപ്പോഴത്തേക്ക് ആയുധമൊക്കെ ചീത്തയായി പോയി. ഞാൻ വേഗം ചെന്ന് റിപ്പയർ അടിക്കട്ടെ, അല്ലെങ്കിൽ ഈ ബോട്ട് മൊത്തത്തിലങ്ങ് പൊട്ടിപ്പോകും. A few moments later. ഗായ്സ് നമ്മൾ മൊത്തത്തിലൊന്ന് റിപ്പയർ അടിച്ചിട്ട് വന്നിട്ടുണ്ട്. രാത്രിയൊക്കെ ആയി ഗായ്സ്. ഇനിയും വല്ലതും വന്നു. അപ്പോൾ ഗായ്സ് ഇനിയും വരുന്നുണ്ട് ഗായ്സ്. എവിടെ നിൽക്കോ ഇനിയും നമുക്ക് റിപ്പയർ അടിക്കണം ഗായ്സ്. ഇവന്മാരെ കൊണ്ടൊരു ശരണവും ഇല്ല. നമ്മൾ ചുമ്മാ റിപ്പയർ അടിച്ചടിച്ചിരിക്കണം. ആയുധമുണ്ടാകുമ്പോൾ അവനെ കൊല്ലായിരുന്നു. നമ്മുടെ കയ്യിൽ ആയുധവും ഇല്ല. നമുക്ക് റിപ്പയർ അടിക്കാനല്ലാതെ വേറെ വഴിയൊന്നുമില്ല. നമ്മൾ സ്റ്റെഫിൻ ബ്രോൻ്റെ ഇതൊക്കെയാണ് പെട്ടെന്നൊക്കെ ഇത് അടിക്കുന്നത്. എൻ്റെ ഏറ്റവും മുകളിലായതുകൊണ്ട് അടിക്കുന്നില്ല. അവിടെ എൻസോ മച്ചാൻ്റെ വീടൊക്കെയാണ് അടിച്ച് പൊളിക്കുന്നത്. ഇവിടെ നിന്നൊക്കെ ഭയങ്കര ബുള്ളറ്റൊക്കെ വരുന്നത്. നമ്മുടെ എൻസോ മച്ചാൻ്റെ വീടൊക്കെ പൊളിയാറായി. എല്ലായിടത്തും ചെന്നിട്ട് വേഗം ഒന്ന് റിപ്പയർ ചെയ്യണം. റിപ്പയർ ചെയ്തതിൽ പണിയാവുക. നമ്മുടെ 101 ദിവസത്തെ ഇത് സർവൈവിൻ്റെ ഇത് ആഗ്രഹമെല്ലാം പൊളിഞ്ഞു പോകും. നമുക്ക് നമ്മുടെ എൻസോ മച്ചാൻ്റെ വീടൊന്ന് റിപ്പയർ ചെയ്തെടുക്കണം. നമുക്കപ്പോൾ റിപ്പയർ ചെയ്തിട്ട് വരാം. One day later. അപ്പോൾ ഗായ്സ് നമ്മൾ രാത്രി മൊത്തം കിടന്ന് റിപ്പയർ അടിച്ചടിച്ച് മനുഷ്യന് കൈവേദനിക്കണം. ഇടയ്ക്കൊന്ന് വെള്ളത്തിൽ വീണായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ഹെൽത്ത് നല്ലോണം കുറഞ്ഞു. അപ്പോൾ ഗായ്സ് നമ്മൾ റിപ്പയർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ആയുധമൊന്നുമില്ലാതെ നമ്മൾ അടിക്കാതെ അവന്മാരാണ് നമ്മൾ ചുമ്മാ അത് ബോംബതിന് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എൻസോ വെച്ചാണെങ്കിൽ അവന്മാരെ ഒരു ബോട്ടിൽ കയറി നമുക്ക് വേണ്ടിയുള്ള ബാൻഡേജ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. എൻസോ വെച്ചാൽ എന്ത് കിടന്ന് തുള്ളിന് കിടന്നു. നമ്മുടെ എൻസോ വെച്ചാൽ കയറിയിട്ടുണ്ട്. ബാൻഡേജ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അത് വെള്ളത്തിനടിയിൽ ചെറുതായിട്ട് മിസ്സായിപ്പോയി. റിപ്പയർ ചെയ്യാം ഗായ്സ്. നമുക്ക് റിപ്പയർ ചെയ്യാം. അയ്യോ ഗായ്സ് ചെറുതായിട്ടൊന്ന് പണി കാണി ഗായ്സ്. കുറച്ചെടുത്തുള്ളതായിരുന്നു അവന്മാർ നമ്മൾ അടിച്ചിട്ട്. നമുക്ക് നമ്മുടെ എൻസോ മച്ചനെ നോക്കാം. നമ്മുടെ സീറോ മച്ചൊന്നും ചത്തിരിക്കുന്നത്. നമ്മളിനി എന്തോന്നി നമ്മൾ ഒറ്റയ്ക്ക് നിന്നോന്നി നമ്മുടെ ഹെൽത്ത് വേണം. വേറെ സ്കോഡോടെ വന്നിട്ട് നമ്മൾ അടിക്കുന്നത്. നമ്മുടെ ഹെൽത്തിൻ്റെ കുറവാണ്. നമ്മളിനി ചാവെന്നാണ് പറഞ്ഞപ്പോൾ ഗായ്സ് നമ്മൾ ചത്തിരിക്കുന്ന ഗായ്സ്. നമ്മൾ രണ്ടുപേരും ചത്തിരിക്കുന്നു. അപ്പോൾ ഗായ്സ് നമ്മൾ ലോബിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ് നിങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഞങ്ങൾ 101 ദിവസം സർവൈവ് ചെയ്യാൻ നോക്കിയത്, പക്ഷെ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഡ്യൂഡ് ബ്രോ ആയിട്ടായിരിക്കും വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.